ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി മെത്തേഡിൽ ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളിത് എടുത്തിരിക്കുന്നത് 1 കിലോ അരിൻ്റെ അളവാണ് കേട്ടോ. 1 കിലോ നമ്മൾ അരി എടുത്തിട്ടുണ്ട്. കറക്റ്റ് ബൗളിൻ്റെ കറക്റ്റ് അളവാണ് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് മല്ലിയില, പട്ട, കറാമ്പും നമ്മളവിടെ ഇനി അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് വെക്കുക. ഇനി അതിലോട്ട് 2 സബോള എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞത്. പിന്നെ വെളുത്തുള്ളി 2 എണ്ണം ചതച്ചത്. ഇനി നമുക്ക് വേണ്ടത് ഒരു നാരങ്ങ നീരാണ് കേട്ടോ. പിന്നെ നെയ്യ് വേണം. പിന്നെ നമുക്ക് ഓയിൽ വേണം. ഇതിപ്പോൾ നമ്മൾ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നെയ്ച്ചോറ്. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് ഈ നെയ്ച്ചോറ്. എന്നിട്ട് അതിലേക്ക് സബോള, പട്ട, കറാമ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ മൂപ്പിച്ചെടുക്കുമ്പോൾ ഫ്ലെയിം സിമ്മിൽ വെക്കരുത്, ഫുള്ളായിട്ട് തന്നെ വെച്ചിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ വീട്ടിൽ വിരുന്നുകാർക്ക് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നെയ്ച്ചോറ്. അതും വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സിമ്മിലാക്കണ്ട, ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടത് എണ്ണ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. ഇനി ഈ വെളുത്തുള്ളി ഇടുന്ന സമയത്ത് നമ്മൾ സിമ്മിലാക്കുക ഫ്ലെയിം. കാരണം ഇത് അടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകണം. വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഉണ്ടാവും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് സിമ്മിലായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഒരു നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ വെള്ളത്തിൻ്റെ അളവാണ് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. നമ്മളിപ്പോൾ ഏത് പാത്രത്തിലാണോ അരി എടുത്തത് ആ പാത്രത്തിൻ്റെ ഡബിളായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു പാത്രം അരി എടുത്താൽ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. നെയ്ച്ചോറിന് വേറെ മസാലയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തത് കൊണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതിൻ്റെ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എനിക്കിപ്പോൾ ആ ബൗള് കറക്റ്റായിട്ട് അരി കറക്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നാണ്ട് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് സിമ്മിൽ വെക്കരുത്, ഫുള്ളായിട്ട് വെക്കണം. നന്നായിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ സിമ്മിൽ വെക്കരുത്, ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതപ്പോൾ ഞാനിപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളം നല്ല മണമാണ് കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലൂടെ നമുക്ക് കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കുക. നമ്മളെപ്പോഴും അരി അളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുതിർത്താൻ വെച്ചിട്ട് ഇതൊക്കെ ഇളക്കാൻ നിന്നാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വെള്ളം സെറ്റായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അരി കുതിർന്നും കിട്ടും. അപ്പോൾ നല്ലതായിട്ട് നെയ്ച്ചോറ് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെക്കുക കേട്ടോ. നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. നമ്മൾ ജീരകശാല അരി എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് വെട്ടി തിളച്ച് വരണം. ഇനി അതിലോട്ട് നമ്മൾ നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് അരിയും വെള്ളവും ഏകദേശം ഒപ്പം വരുന്നുണ്ട്. ഇതാണ്ടോ കറക്റ്റായിട്ട് ഫ്ലെയിം ഫുള്ളിൽ വെക്കുക കേട്ടോ. അരിയും വെള്ളവും ഒപ്പം ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം സിമ്മിൽ വെക്കുക. ഇതിപ്പോൾ അതിലോട്ട് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുത്തു.
നമുക്ക് ഫ്ലെയിം ഫുള്ളിൽ തന്നെ വയ്ക്കുക, സിമ്മിൽ തന്നെ വയ്ക്കുക കേട്ടോ. ഇതമ്മ അടച്ച് വെച്ചു. ഇതപ്പം നെയ്ച്ചോറ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് അരിയും വെള്ളവും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു നെയ്ച്ചോറാണ് കേട്ടോ. വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ചൂട് ചോറ് നല്ല ടേസ്റ്റാണ് കേട്ടോ, കറക്റ്റ് അളവാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ കറിയും മട്ടൻ കറിയും ബീഫ് കറിക്കൊക്കെ നെയ്ച്ചോറ് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ വേഗത്തിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്ടോ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. വാഴൻ്റെ ഇലയിലൊക്കെ നെയ്ച്ചോറൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ അച്ചാറും അതുപോലെ തന്നെ ബീഫ് ചില്ലിയും അതുപോലെ നല്ല കുരുമുളക് ഇട്ട ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ